ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, 21 വാരം ഞായറിലേക്ക് സഭാമാതാവ് നമ്മെ ക്ഷണിക്കുമ്പോൾ ഈ ആഴ്ചയിലെ നമ്മുടെ ചിന്തകളുടെ അല്ലെങ്കിൽ വിചാരത്തിൻ്റെ, പ്രവൃത്തികളുടെ, ആലോചനകളുടെ ഒരു സന്ദേശമായി ഇന്നത്തെ സുവിശേഷം, ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം 13 അധ്യായം 22-30 വരെയുള്ള തിരുവചന ഭാഗങ്ങളും നമുക്ക് ധ്യാനിക്കുമ്പോൾ യേശുവിനടുക്കൽ വന്ന് ചോദിക്കുകയാണ്, ആരൊക്കെയാണ് രക്ഷ പ്രാപിക്കുക, സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുക? ഈശോ പറയുന്നു, പലരും പരിശ്രമിക്കും, പക്ഷേ അത് അസാധ്യമായി മാറും. പ്രിയമുള്ളവരെ, നമുക്ക് ഈ നിമിഷത്തിൽ ജീവിക്കാം. യഹൂദന്മാർ വളരെ അഭിമാനികളാണ്. അബ്രഹത്തിൻ്റെ വംശപരമ്പരയിൽ ജനിച്ചവരാണ്. യേശുവും അവരുടെ പരമ്പരയിൽ തന്നെ ജനിച്ചവരാണ്. പക്ഷെ ദൈവമായിട്ട് അവിടുത്തെ അംഗീകരിക്കാൻ സാധിക്കാതെ പോയി. അതുകൊണ്ട് യേശു അവരെ ഉപദേശിച്ചു കൊണ്ടേയിരുന്നു. എന്നാൽ ഈ യഹൂദന്മാർ താഴ്ന്ന ജാതിക്കാരെ തങ്ങളിൽ നിന്ന് അകറ്റിക്കൊണ്ടേയിരുന്നു. ഈശോ ഇന്ന് നൽകുന്ന സന്ദേശം ഇതാണ്: നമ്മളെത്ര താഴ്ന്ന ജോലിയും ചെയ്യുന്നതിന് വിഷമിക്കേണ്ട, അതിന് യാതൊരു സങ്കോചവും കാണിക്കേണ്ട. കഴിഞ്ഞ ദിവസം ഒരു സഹോദരനോട് പങ്കുവച്ചത് ഇതാണ്: ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ അമ്മായിയപ്പന് വേണ്ടി, അമ്മായിയമ്മയ്ക്ക് വേണ്ടി ചെയ്തുകൊണ്ടേയിരിക്കുന്നു, പക്ഷേ അവഗണന മാത്രമാണ് കടന്നു വരുന്നത്. ഞാൻ പറഞ്ഞു, ഇന്ന് നിങ്ങൾക്ക് കർത്താവിൻ്റെ നാമത്തിൽ അവർക്ക് വേണ്ടി ചെയ്യാൻ സാധിച്ചതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുക. ആരൊക്കെ തള്ളിക്കളഞ്ഞാലും നിങ്ങൾ ഹൃദയം തുറന്ന് അവർക്ക് കൊടുക്കുന്ന ആ ശുശ്രൂഷ, അതവരുടെ പ്രാർത്ഥനകളിൽ അവർ ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പ്രിയമുള്ളവരെ, നമുക്ക് വീണ് കിട്ടുന്ന ഓരോ നിമിഷങ്ങളെയും അർത്ഥവത്തായി നമുക്ക് ചിലവഴിച്ചുകൊണ്ട് ഈ ദൈവരാജ്യ പ്രവേശനത്തിന് വേണ്ടിയിട്ട്, ഈശോ പറഞ്ഞില്ലേ, ഒരു ഗ്ലാസ് വെള്ളം മറ്റുള്ളവർ കുടിക്കാൻ കൊടുക്കുമ്പോൾ നിങ്ങൾ നിക്ഷേപം കരുതി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ട് നമ്മളിൽ സ്വാഭാവികമായിട്ടുള്ള പ്രേരണകൾ മറ്റുള്ളവർക്ക് സ്വയം ദാനമായി സേവനം ചെയ്ത് നമുക്ക് എത്രയും തീക്ഷ്ണമുള്ളവരായി മാറാം. ഈ ഒരു ദിനത്തിൻ്റെ എല്ലാ പ്രാർത്ഥനാശംസ നേരുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.